എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം ആക്ച്വലി ഇതൊരു ട്രയൽ വീഡിയോ ആണ്. കാരണം ഇത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എനിക്ക് ടൗണിൽ പോകാനുണ്ട്. നാളെ ഞാൻ വർക്ക് ഫ്രം ഓഫീസ് തുടങ്ങുകയാണ് എനിക്ക്. അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ നാളെ മുതൽ എനിക്ക് കൊച്ചിയിലേക്ക് പോകണം, ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഹോസ്റ്റലിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട്. ഹോസ്റ്റലിലേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൗണിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട് പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോകണം. കാരണം സോറി കേസ്, എനിക്കൊരു കോൾ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും പണി പൂർത്തിയാവും. പക്ഷേ ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് എനിക്കിനി അങ്ങനെ വരാനൊന്നും പറ്റില്ല. കാരണം അവിടെ നിന്ന് കുറച്ച് ലോങ് ആണല്ലോ. അപ്പം ശനിയും ഞായറും ലീവാണെങ്കിൽ തന്നെ ഇപ്പോൾ ശനിയാഴ്ച മൊത്തം ട്രാവലിങ്ങും അതുപോലെ ഞായറാഴ്ച തിരിച്ച് പോകാനും ട്രാവലിംഗ് മാത്രമാവും. എനിക്ക് വീട്ടിലങ്ങനെ നിൽക്കേണ്ട സമയമൊന്നും ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ വീടിൻ്റെ പണി മൊത്തമായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒന്ന് കാണണമെങ്കിൽ എനിക്ക് ഇന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഞാനങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും പൊതുവേ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അതല്ലാതെ മേക്കപ്പായിട്ട് ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇത് എനിക്ക് ആക്ച്വലി ഡോക്ടറാണ് എനിക്ക് എഴുതി തന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. കാരണം വളരെ കുറച്ച് അളവിൽ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫേസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഐക്കോളോജിക്കയുടെ സൺസ്ക്രീനാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ഫിംഗറിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനങ്ങനെയൊന്നുമല്ല ചെയ്യാറുള്ളത്. കഴുത്തിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഓയിലി പോലെ നിൽക്കുന്നുണ്ട് എൻ്റെ സ്കിന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ. ഇതാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. ഇത് തീരാനായി യൂസ് ചെയ്തിട്ട് ഈ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് പൗഡർ ശരിക്കും ഞാൻ മുമ്പ് യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഓയിലി പോലെ ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ സ്കിന്ന്. അപ്പം അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ തന്നെ വിചാരിക്കുന്നതാണ് കേട്ടോ. ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പൗഡർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് യൂസ് ചെയ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ചൊക്കെ നേരായി എന്നാണ് എൻ്റെ വിശ്വാസം. ഐലൈനറിൽ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല അങ്ങനെ അധികം. ജസ്റ്റ് ആ പൊട്ട് മാത്രം ഒന്ന് വരച്ചു കൊടുക്കും കേട്ടോ. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്കും കൂടി യൂസ് ചെയ്യാറുണ്ട്. NYBയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് കളറ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനങ്ങനെ അധികമൊന്നും ഒരുങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ടൗണിലേക്കും അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ പോകാനുള്ളൂ. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിനി വീടൊക്കെ ഒന്ന് പൂട്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ബൈ. അപ്പം ഞാൻ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടിയാൽ അതിൽ കയറി പോവും, അല്ലെങ്കിൽ ഓട്ടോ കിട്ടുന്നത് വരെ നടക്കും. ഈ ഒരു വഴി ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ വ്ളോഗ്സിലും ഈ ഒരു വഴി എന്തായാലും ഉണ്ടാവും. ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ അതിൽ കയറി പോകാനാണ് എൻ്റെ പ്ലാൻ.
അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ ടൗണിലേക്ക്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായ മാങ്ങയുടെ സീസണായിന്ന്. കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ മാവൊക്കെ ഇങ്ങനെ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. നല്ല കാറ്റായിരുന്നു ഗൈസ്. ശരിക്കും എൻ്റെ മുടിക്ക് ഇങ്ങനെ പാറി പോവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ കുറച്ചുകൂടി നടന്നപ്പോൾ ഓട്ടോ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് കാസർഗോഡ് KSRTC ബസ് സ്റ്റോപ്പിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അടുത്തുള്ള ഫാൻസിയിലേക്കും മെഡിക്കൽ ഷോപ്പിലേക്കുമാണ് കേട്ടോ എനിക്ക് പോകാനുള്ളത്. അപ്പോൾ കാസർഗോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ് ടൗൺ. ഇത് ടൗണല്ല, ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അങ്ങനെ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുണ്ട്, മെഡിക്കൽ ഷോപ്പ്, ഫാൻസി ഡ്രസ്സിൻ്റെ ഷോപ്പ്, കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകണം, ഫാൻസിയിൽ പോകണം, പിന്നെ 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി. ഇവിടെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ, ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും ഞാൻ സംഭരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഫാൻസിയിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഷാമ്പു, അതുപോലെ ഫേസ് വാഷ്, അതുപോലത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു വാങ്ങിക്കാനുള്ളത്. ഞാൻ പോൺസിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫേസ് വാഷസും എനിക്ക് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് ആവുന്നുണ്ട്. അതുപോലെ പിന്നെ എനിക്ക് വാങ്ങിക്കാനുണ്ടായത് ചെറിയൊരു റിങ് പോലത്തെ ഒരു കമ്മലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ കമ്മലാണ് കേട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കളറും പോകുന്നുമില്ല. പിന്നെ എനിക്ക് ഇടുമ്പോൾ കുറച്ച് ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് എത്രയൊക്കെ കളഞ്ഞു പോയാലും ഞാൻ പിന്നെയും ഇതുപോലത്തെ കമ്മൽ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നും വീഡിയോ എടുക്കാൻ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ അവിടെ നിന്നും വീഡിയോ എടുത്തു കേട്ടോ. അടുത്തതായിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ് കേട്ടോ പോകാനുള്ളത്. അപ്പം ആക്ച്വലി എൻ്റെ ഫോൺ ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പരിമിതികളും എൻ്റെ വീഡിയോസിലുണ്ടാവും. ഐഫോണിലും മറ്റിലും എടുക്കുന്ന ക്ലാരിറ്റിയും കാര്യങ്ങളും എൻ്റെ ഫോണിലില്ല. നമ്മൾ എത്രയൊക്കെ ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും അത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സും അല്ലെങ്കിൽ അതിൻ്റേതായ ക്ലാരിറ്റി കുറവൊക്കെ എൻ്റെ വീഡിയോസിലുണ്ടാവും. അങ്ങനെ ഞാൻ അവിടുന്ന് ഡ്രസ്സ് വാങ്ങി. അവിടുത്തെ ചേച്ചി ആക്ച്വലി ഉറങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ നേരെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് ഞങ്ങളുടെ KSRTC ബസ് സ്റ്റാൻഡ്. എനിക്ക് പോകേണ്ട ഒരുപാട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാസർഗോഡ് ടു കാഞ്ഞങ്ങാട് പോവേണ്ട റൂട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അതിനിടയിലുള്ള ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ എനിക്ക് ഇറങ്ങേണ്ടത്. ഓൾറെഡി ഞാൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു, കാരണം ഞാനിനി വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും. പക്ഷെ എന്തായാലും എനിക്ക് പോകണമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. ബസ്സിൽ നിന്ന് അതെ, എനിക്ക് ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ സാധാ ഒരു വീഡിയോ എടുക്കുന്ന പോലെയായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ വേറൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നൊരു കാര്യം ബാക്കിയുള്ളവർക്ക് ഒരു രീതിയിലും എഫക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റോപ്പിലെത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിഷ്ടമുള്ളൊരു കാര്യം അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സന്തോഷം നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ, മറ്റാരും കൂടെ ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് തന്നെ റിഗ്രറ്റ് അടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ നാട്. കളനാട് എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ നമ്മൾ കാസർഗോഡേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ കാസർഗോഡിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാ സാധനത്തിനുള്ള ആക്സസിബിലിറ്റിയും ഭയങ്കര കുറവാണ്. കാരണം ഇവിടെ നിന്ന് ടൗൺ എന്ന് പറയാനുള്ളത് ഒന്നുകിൽ കാസർഗോഡ് തന്നെ പോകണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗൺ പോലെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാസർഗോഡ് തന്നെയാണ്. അവിടെ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് എപ്പോഴും സാഹചര്യങ്ങൾ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കളനാട് വീട് കെട്ടാൻ തീരുമാനിച്ചേക്കുവാണ്. ദേ ഗൈസ്, റോഡ് സൈഡ് കുലച്ച് നിൽക്കുന്ന വാഴ, ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്നാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഒരുപാട് വെയിലത്ത് നടന്നിട്ട് എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ എൻ്റെ അനിയനുണ്ടായിരുന്നു. അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇളയപ്പൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി പുതിയ ബാഗ് വാങ്ങിച്ചു എന്ന് എന്നോട് പറയുമായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന വീട്. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് ഞാൻ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. അങ്ങനെ അവൻ വീഡിയോയിൽ ഇട്ട് കാണിക്കുവാണ് കേട്ടോ. ആക്ച്വലി അവൻ അറിയില്ലായിരുന്നു അത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്ന്. ഒന്നും ആലോചിക്കാതെ അങ്ങനെ പാൻറ്റ് ഇടുമായിരുന്നു കേട്ടോ.
എൻ്റെ ചാർജ് തരും, ബാഗ് ഇട്. കൊള്ളാലോ. പയ്യതെന്ത് ലൂസ് പാക്ക്. ഇത് പുതിയ മോഡല് തോന്നുന്നു. മിണ്ടെന്തെങ്കിലും എങ്ങനെയുണ്ട് ചോദിക്ക്. ഇല്ല. അപ്പോൾ വീഡിയോ ഇടുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ വയറതിൽ കാണുമെന്നായിരുന്നു കേട്ടോ അവൻ്റെ ടെൻഷൻ. അത് ഞാൻ എന്തായാലും ബ്ലർ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. അച്ഛനും ഇളയപ്പന്മാരും മുത്തപ്പനും അമ്മയും എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. ഇവിടെ ഇപ്പോൾ തേപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് പണി തീരാറായി, എന്നാലും കുറച്ചും കൂടി ബാക്കിയുണ്ട്. പറ്റാവുന്നത്ര വേഗത്തിൽ പണിയൊക്കെ തീർക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ പറ്റാവുന്നത്ര വേഗത്തിലെല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ കുറച്ച് പ്ലാൻസും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ വല്ലപ്പോഴും വരുന്ന ഞാൻ പണി എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന പണിയാണ് കേട്ടോ. പണിയെടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ വരാൻ പറ്റാറില്ല ഇങ്ങോട്ടേക്ക്. ഇനി നമുക്ക് വീടിൻ്റെ അകമൊന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ എൻട്രി. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഹാളിലേക്കാണ് പോകുന്നത്. ഹാൾ ചെറുതാണെങ്കിലും പൂജാമുറി വേണം എന്നുള്ളത് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു പൂജാമുറി ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ വലിയൊരു മിറർ വെക്കാനാണ് പ്ലാൻ. പക്ഷെ എന്താവും അറിയില്ല. ഇപ്പോൾ മിറർ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ബെഡ്റൂം ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റൊരു ബെഡ്റൂം ഉണ്ട്. ഇതിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൂ, മറ്റേതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തി മിക്കവാറും അടിയാവാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോഴത്തെ സൈഡാണ് കേട്ടോ കിച്ചൺ വരുന്നത്. ചെറിയൊരു കിച്ചണാണ്. ഇത് മുഴുവനായി കെട്ടിക്കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എങ്ങനെയുണ്ടെന്നൊക്കെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കിണറുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഞങ്ങൾ മുമ്പ് താമസിച്ച വീടാണ് കേട്ടോ. എൻ്റെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ വീടാണത്. ഇപ്പോഴും അച്ഛമ്മയ്ക്ക് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പണിയൊക്കെ കഴിഞ്ഞ ശേഷം എന്തായാലും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ പിറകിലായിട്ട് തന്നെ നമ്മുടെ കിണറുണ്ട് കേട്ടോ. അത് ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാണ്. എല്ലാവരും ഇപ്പോഴും ആ കിണറിലെ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത്. ചെറിയൊരു മിറ്റമാണ്. അത് മുഴുവനായിട്ടും ഇനി ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കണം. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഒക്കെ ഞാൻ അമ്മയുടെ ഫോണിലാണ് എടുത്തത്. എൻ്റെ ഫോൺ ഓൾറെഡി സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എൻ്റെ അഭിപ്രായമാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, ചാർജ് തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ അമ്മയും ഉണ്ട്. അച്ഛൻ സ്കൂട്ടറിൽ വരും, ഞാനും അമ്മയും ബസ്സിൽ പോകും കേട്ടോ. അപ്പം ഇന്നെടുത്ത വീഡിയോ എത്ര ക്ലിയർ ഉണ്ട് അല്ലെങ്കിൽ കണ്ടൻറ്റൊക്കെ നേരെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാനിത് അപ്ലോഡ് ചെയ്യും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയെന്നോ എനിക്കറിയില്ല. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ ആൾക്കാർ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ചമ്മലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറ്റുന്നത്ര കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ അതുവരെ ബൈ.